ഇപ്പോൾ പ്രത്യേകമായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ആത്മീയത ചൂഷണം ചെയ്യപ്പെടുന്ന കാലമാണ്, ദുരുപയോഗം ചെയ്യുന്ന കാലമാണ്. ആത്മീയതയുടെ പേരിൽ എത്രയെല്ലാം തട്ടിപ്പുകളാണ് ഇന്ന് ലോകത്ത് നടക്കുന്നത്. ആത്മീയ ചികിത്സയുടെ പേരിലും തട്ടിപ്പ് നടത്തുന്നവരുണ്ട്. ചികിത്സ ഇന്ന് തട്ടിപ്പിന്റെ വലിയ മാർഗമായി, മാർക്കറ്റായി മാറിയിട്ടുണ്ട്. കിട്ടിയ ആളുകളുടെ അടുക്കലേക്ക് ചികിത്സയ്ക്ക് ഒരിക്കലും പോകരുത്. നിങ്ങളുടെ ദുനിയാവും ആഖിറവും എല്ലാം നഷ്ടപ്പെട്ടു പോകും. അതുപോലെ ആത്മീയത നൽകുമെന്ന് പറഞ്ഞുകൊണ്ട്, നിങ്ങൾ ആത്മീയതയിലേക്ക് ഞങ്ങൾ നയിക്കുമെന്ന് പറഞ്ഞു നടക്കുന്ന ചില ശൈഖുമാരുണ്ട്. അവരെയും നിങ്ങൾ സൂക്ഷിക്കണം. പ്രത്യേകമായി ജാഗ്രതയാക്കേണ്ട കാലമാണിത്. സുബ്ഹാനല്ലാഹ്, എത്ര ശൈഖുമാരാണ്. ഓരോ പഞ്ചായത്തിന്റെ ഓരോ വാർഡിലും ഓരോ 2 ശൈഖുമാരാണ് ഇന്ന്. നിസ്കാരത്തിന്റെ ഫർളവന് അറിയില്ല, ജനാബത്ത് കുളിക്കാൻ പോലും അറിയില്ല. പക്ഷെ ഇവനോ ശൈഖാണ്, വലിയ ശൈഖാണ്. സുബ്ഹാന ജല്ല ജലാലു. ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഈ ശൈഖുമാരെന്നൊക്കെ പറയുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ നടക്കുന്ന ശൈഖുമാർ ഒരു മുതഅല്ലിമിന്റെ അത്ര പോലും ഇൽമില്ലാത്ത, അറിവില്ലാത്ത പടുജാഹിലുകളാണ്. അവരാ ഇന്ന് ശൈഖുമാരായി നടക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ഞാൻ ഇന്നലെ ഒരു വീഡിയോ, ഒരു ക്ലിപ്പ് നോക്കാൻ സാധിച്ചു. നോക്കുമ്പോ അതില് ഒരു ശൈഖിനെ പറ്റി ഒരു മുരീദ് പ്രസംഗിക്കുക. അങ്ങനെ പ്രസംഗിക്കുമ്പോ ശൈഖിന്റെ പേര് പറയുമ്പോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിങ്ങനെ സ്വലാത്ത് പറയും. ശൈഖിന്റെ മേലെ സ്വലാത്ത്. യഥാർത്ഥത്തിൽ സ്വലാത്ത് അസ്വാലത്തൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ളതാ. അത് നബിക്ക് അല്ലാഹു തആല ബഹുമാനമായി കൊടുത്ത കാര്യമാണ്. അല്ലാത്തവർക്കോ അത് ബിത്തബഅയി ലഭിക്കും. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്, അങ്ങനെ താബിഅയി ലഭിക്കുമെന്നല്ലാതെ സ്വലാത്ത് അസ്വാലത്തൻ അത് ഉള്ളത് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാ. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. ഈ സ്വലാത്ത് ശൈഖിന് വെച്ച് കൊടുക്കുന്നു. ശൈഖ് മരണപ്പെട്ടിട്ടുണ്ട്. ഇപ്പോ ശൈഖിന്റെ മകനാണ് പോലും. അങ്ങനെയാ, അത് തറവാട് സ്വത്താണ്. ഈ ശൈഖ് എന്നൊക്കെ ഇന്നൊക്കെ തറവാട് സ്വത്ത്. ഇമാം ഷഅറാനി പറഞ്ഞു, ഇമാം ഷഅറാനിയോട് ചോദ്യമുണ്ട്, ഇങ്ങനെ ഒരു ശൈഖ് മരണപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ വാരിധീങ്ങൾ, മക്കൾ ഇങ്ങനെ അതിൽ ശൈഖുമാരായി വരുമോ? ഇമാം ഷഅറാനി പറയുന്ന അങ്ങനെ വരുന്ന കാര്യമൊന്നുമില്ലത്. അങ്ങനെ തറവാട്, ബാപ്പ മരിച്ച മക്കള്, മകന്, പിന്നെ അയാൾ മരിച്ച അയാളെ മകന്, അങ്ങനെ തറവാട് സ്വത്തൊന്നുമില്ല ശൈഖ്. ഇന്ന് ഇങ്ങനെ ഏതോ തമ്മാടിയായി റൗഡിയായി ജീവിച്ചവരാണ് ഇപ്പൊ ശൈഖാണത്രേ. പേര് 1.5 കിലോമീറ്റർ നീളമുണ്ട്. സുബ്ഹാനല്ലാഹ്. പിന്നെ ചില ആളുകൾക്കുള്ള പണി എന്താണ്? ഇന്ന് ത്വരീഖത്ത് അല്ലെങ്കിൽ ഈ തസൗഫ് എന്നൊക്കെ പറഞ്ഞാൽ ആലിമീങ്ങളെ ചോദ്യം ചെയ്യുക. അതാണ് ഇന്ന് ആകെ ത്വരീഖത്ത് നന്നാല്. ആലിമീങ്ങളെ തെറി വിളിക്കുക, സ്റ്റേജ് കെട്ടുക. 360 ദിവസവും കൊല്ലത്തിൽ എന്തെല്ലാം ആലിമീങ്ങളെ പറയാൻ കിട്ടോ, പണ്ഡിതന്മാരെ എന്തെല്ലാം ചീത്ത പറയാനും വിളിക്കാനും കിട്ടോ, അതിന്റെ പിന്നാലെ കൂടുകയാണ്. ഇവന് ഇബാദത്തുണ്ടോ? ഇല്ല. നിസ്കാരത്തെ പറ്റി ചിന്തയുണ്ടോ? ഇല്ല. സുന്നത്ത് നിസ്കാരത്തെ പറ്റി ഓർമ്മയുണ്ടോ? ഇല്ല. സുന്നത്ത് നോമ്പുകളുണ്ടോ? അതിന്റെ ചിന്തയില്ല. ഇവന്റെ ചിന്ത മുഴുവനും എന്താണ്? അയാളിൽ നിന്ന് എന്ത് എനിക്ക് പറയാൻ കിട്ടുന്നു, അയാളെ വിമർശിക്കാൻ എന്ത് കിട്ടുന്നു, അയാളെ പരിഹസിക്കാൻ, തരം താഴ്ത്താൻ എനിക്ക് എന്ത് കിട്ടുന്നു, ഇങ്ങനെ തേടി നടക്കുന്ന ചില മനുഷ്യന്മാരുണ്ട് ത്വരീഖത്തിന്റെ പേരിൽ. സുബ്ഹാനല്ലാഹ്. ഇന്ന തസൗഫ കുല്ലഹു ലഹുവൽ അദബ് വമിനൽ അവാരിഫി ഫത്ലുബൻ ഹുവ അവ്വിലാ. തസൗഫ് എന്ന് പറഞ്ഞാൽ അദബ് പാലിക്കലാണ് തസൗഫ്. അദബ് പാലിക്കുന്നതിനാണ് തസൗഫ് എന്ന് പറയാ. അപ്പോ സൂഫി എന്ന് പറഞ്ഞാൽ ആരാ?
അൽ മുതഅദ്ദിബു, അദബ് പാലിക്കുന്ന ആള്, അവനാണ് യഥാർത്ഥത്തിൽ സൂഫി. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇന്ന് ഈ ത്വരീഖത്ത് എന്നൊക്കെ പറഞ്ഞ് ആത്മീയത എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകളുണ്ടല്ലോ, ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അദബ്, എന്തെങ്കിലും ഒരു മര്യാദ അവരെ ജീവിതത്തിലുണ്ടോ? പഠിപ്പിച്ച ഉസ്താദുമാരോട് അദബുണ്ടോ? ശരീഅത്തിന്റെ പണ്ഡിതന്മാരോട് അദബുണ്ടോ? പഠിച്ച കിതാബുകളോട് അദബുണ്ടോ? ഒരു അദബുമില്ല. പിന്നെ ആലിമീങ്ങളെ തെറി വിളിക്കുക. മൻ തഅദ്ദബ ബിആദാബി ശർഇ തഅദ്ദബ ബിഹി മുത്തബിഉ. മഹാന്മാര് പറഞ്ഞു, ശർഅ് പഠിപ്പിച്ച അദബ് മര്യാദവർത്തൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവനാണോ? എന്നാൽ അവന്റെ മുരീദുമാരും അവന്റെ താബീങ്ങളും അവന്റെ ഫോളോവേഴ്സുകളും അവരും അവരുടെ ജീവിതത്തിൽ അദബ് കാണും. ഷെയ്ഖ് എനിക്ക് തന്നെ അദബില്ലേ, പിന്നെ മുരീദിനിക്ക് എവിടെന്ന അദബ് കിട്ടുക? ഷെയ്ഖിന് തന്നെ അദബില്ല, പിന്നല്ലേ മുരീദിന് അദബ് കിട്ടുക? ഒമൻ തഹാവന ബിൽ അദബ്, ആര് മര്യാദയെ അവഗണിച്ചോ, ആര് മര്യാദയും അദബ് പാലിക്കുന്നതിന് നിസ്സാരപ്പെടുത്തിയോ, മഹാന്മാര് പറയുന്നു ഹലക വ അഹ്ലക, അവൻ സ്വയം നശിച്ചവനാണ്, മറ്റുള്ളവരെയും നശിപ്പിക്കുന്നവനാണ്. അതബില്ല. ബഹുമാനപ്പെട്ട ശൈഖുനാ സുൽത്താനുൽ ഉലമ, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. സുബ്ഹാനല്ലാഹ്, പ്രായം എത്രയായി? എത്ര കൊല്ലമായി സ്വഹീഹുൽ ബുഖാരി ദർസ് നടത്തുന്നു? എത്ര പണ്ഡിതന്മാരെ വളർത്തി. സുബ്ഹാനല്ലാഹ്. ആ ഉസ്താദ് അവർകൾ കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് പറഞ്ഞു ആരെപ്പറ്റി? ഈ ചില വ്യാജ കള്ളന്മാരെയും കാട്ടുകള്ളന്മാരെ പറ്റി, കള്ളന്മാരെയും കാട്ടുകള്ളന്മാരെയും പറ്റി പറഞ്ഞു. എന്താ പറഞ്ഞത്? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മഹാനവരുടെ കറാമത്തായും അല്ലാഹുവിന്റെ റസൂലിന്റെ മുഅ്ജിസത്തായും സൂര്യനെ തിരിച്ചു വിളിച്ച ഒരു സംഭവം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഉസ്താദ് അവർകൾ ഇന്ന് കുറെ ഷെയ്ഖും കുതുബും വലിയും എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ചില ആളുകളുണ്ടല്ലോ, കള്ളന്മാർ, അവരൊക്കെ തീരെയെങ്കിൽ സാധിക്കുമെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്ത് കാണിച്ചു കൊടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. അല്ലേ, നിങ്ങളൊക്കെ കേട്ടവരാണ് ഉസ്താദിന്റെ പ്രസംഗം. ഇത് പറഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിലൊരു പറച്ചലുണ്ട്, അല്ലേ? കുമ്പളങ്ങ കട്ടവൻ കുഞ്ചി പറഞ്ഞു പറഞ്ഞിട്ട്, അല്ലേ? കുമ്പളങ്ങ കട്ടവൻ കുഞ്ഞു പറഞ്ഞെന്ന് പറഞ്ഞ് ചൊല്ലില്ലേ? ഇത് ചില വ്യാജന്മാർക്ക്, കള്ളന്മാർക്കും കാട്ടുകള്ളന്മാർക്കും പിടിച്ചില്ല. ഉസ്താദ് ഔലിയാക്കളെ വെല്ലുവിളിച്ചു. ഔലിയാക്കളല്ല വെല്ലുവിളിച്ചത്, കള്ളന്മാരെയും കാട്ടുകള്ളന്മാരെയാ വിളിച്ചത്. അതിന് നീ നിലവിളിച്ചിട്ട് എന്താ കാര്യം? നീ നിലവിളിക്കല്ലേ വേണ്ടത്. നീ ചെയ്യണെന്താ? നിന്റെ ശൈഖിനെ കൊണ്ട് സൂര്യനെ അങ്ങ് തിരിച്ചു വിളിപ്പിക്കും. അതാ നിന്റെ സാമർത്ഥ്യം. അല്ലാതെ ഉസ്താദ് വെല്ലുവിളിച്ചു, ഉസ്താദ് വെല്ലുവിളിച്ചു എന്നൊക്കെ നിലവിളിക്കല്ലേ വേണ്ടത്. ഉസ്താദ് വെല്ലുവിളിച്ചത് കള്ളന്മാരെയും കാട്ടുകള്ളന്മാരെയാ. അത് പറയുമ്പോ നിനക്കെന്തേ വേദനയാകുന്നത്? നിനക്കെന്തേ അത് സഹിക്കാൻ കഴിയാത്തത്? കുമ്പളങ്ങ കട്ടവൻ കുഞ്ചു പെരടി എന്ന് പറഞ്ഞതുപോലെയല്ലേ നിന്റെ ഏർപ്പാട്? അപ്പോ ഉസ്താദ് കള്ളന്മാരെ പറ്റി പറഞ്ഞതാ, കാട്ടുകള്ളന്മാരെ പറ്റിയാണ് പറഞ്ഞത്. ഇരിക്കട്ടെ, എങ്ങനെ പണ്ഡിതന്മാരെ പിന്നാലെ കൂടുക. ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു, ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞത്? എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ മനസ്സിലാക്കണം, ആലിമീങ്ങളെ തെറി വിളിക്കുന്ന ത്വരീഖത്താണോ അത് പഴച്ചുപോയ തരീഖത്താണെന്ന് ഉറപ്പിച്ചോ? യഥാർത്ഥ ത്വരീഖത്തുകാരനാണെങ്കിൽ, ആത്മീയതയുടെ ആളാണ് എങ്കിൽ ഒരിക്കലും പണ്ഡിതന്മാരെ തെറി വിളിക്കൂല, ചീത്ത വിളിക്കൂല. തെറി വിളിക്കുന്ന ത്വരീഖത്ത് ലോകത്തില്ല. അങ്ങനൊരു നല്ല ത്വരീഖത്ത് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹുവിനേക്കാൾ വലിയ ത്വരീഖത്തുകാരൻ ആരാ? ഇമാം ഷഅറാനിനേക്കാൾ വലിയ ശൈഖ് ആരാ? ആ ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. അൽ കൗകബു ശാഹിഖ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു പറയുന്നു, വമിൻ അഖ്ലാഖിഹിം, അതേ യഥാർത്ഥ സൂഫികൾ,
യഥാർത്ഥ ശൈഖുമാർ, യഥാർത്ഥ മുരീദുമാർ അവരുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ് എന്ന് അയ്യഖുദുറൽ ഉലമാ അൽ ആമിലീൻ. അതേ ശരീഅത്തിന്റെ ആമിലീങ്ങളായ പണ്ഡിതന്മാർ ആ ആലിമീങ്ങളെ ബഹുമാനിക്കുന്നത്, അവരെ ആദരിക്കുന്നത്, അവരെ ബഹുമാനിക്കുന്നത് ഈ ത്വരീഖത്തുകാരുടെ യഥാർത്ഥ സ്വഭാവമാണ്. ഫീ കുല്ലി മക്റൂഹിൻ അലഹും, അതേ അവർക്കെത്തുന്ന അവർക്കുണ്ടാകുന്ന എല്ലാ വിഷമങ്ങളിലും പണ്ഡിതന്മാരെ ബഹുമാനിക്കണം. ഫഇദാ ബലഗഹും, അതുകൊണ്ട് തന്നെ ഈ മുരീദുമാർക്ക് എത്തിയാൽ അന്ന അഹദം മിനൽ മുഖാരിളീന യന്തഖിസു അഹദം മിനൽ ഉലമാ, ഏതെങ്കിലും ഒരാൾ, ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒരു ആലിമിനെ, ഒരു പണ്ഡിതനെ ചീത്ത വിളിക്കുന്നു, ചെറുതാക്കുന്നു, നിസ്സാരപ്പെടുത്തുന്നു എന്നുള്ള വാർത്ത കിട്ടിയാൽ യഥാർത്ഥ ത്വരീഖത്തുകാരനാണോ? അവനെന്താ ചെയ്യേണ്ടത്? അവന്റെ കൂടെ കൂടുകയല്ല വേണ്ടത്, അവന്റെ സ്റ്റേജിൽ പോയി ഇരിക്കുകയല്ല വേണ്ടത്, അവന് സപ്പോർട്ട് ചെയ്യുകയല്ല വേണ്ടത്. മറിച്ച് അവൻ ചെയ്യേണ്ടത് എന്താ? യവദ്ദു അല്ലൗ കാന ദാലിക തൻഖീസു വഖഅലഹു ഹുവ ദൂനൽ ആലിമീൻ. നീ യഥാർത്ഥ ത്വരീഖത്തുകാരനാണെങ്കിൽ ചെയ്യേണ്ട പണി എന്താ? ഒരു പണ്ഡിതനെ ഏതെങ്കിലും ഒരാൾ ചീത്ത വിളിക്കുമ്പോ അവൻ മനസ്സിൽ ആഗ്രഹിക്കണം, അല്ലാ ഈ നിസ്സാരപ്പെടുത്തലും ഈ അവഹേളനവും എല്ലാം ആ പണ്ഡിതനെതിരെ വരുന്നതിന് പകരം അത് എനിക്കുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. ഈ ആലിമിന്റെ മേലെ അങ്ങനെ ഒരു അപവാദങ്ങളോ ആരോപണങ്ങളോ നിസ്സാരപ്പെടുത്തലോ ഒരിക്കലും ആ പണ്ഡിതന്റെ മുകളിൽ വന്ന് വരാൻ പറ്റൂല. അത് വന്നുകൂടാ. അതിന് പകരം അത് എനിക്ക് വന്നാ നന്നായിരുന്നേനെ എന്നാണ് യഥാർത്ഥ ത്വരീഖത്തുകാരനാണെങ്കിൽ അവൻ ആഗ്രഹിക്കേണ്ടത്. അതെന്തുകൊണ്ട്? അന്നൽ ഉലമാ, പണ്ഡിതന്മാർ അവർ ഹമലത്തു ശരീഅ, ഈ ശരീഅത്തിന്റെ വാഹകന്മാരാണ്, ദീനെത്തിച്ചു കൊടുക്കുന്നവരാണ്, ജനങ്ങൾക്ക് ദീന് പറഞ്ഞു കൊടുക്കുന്നവരാണല്ലോ ആലിമീങ്ങള്. അതുകൊണ്ട് തന്നെ ആ പണ്ഡിതന്മാരെ ജനങ്ങളുടെ ഇടയിൽ താറടിക്കുന്നത്, ആലിമീങ്ങളെ ചീത്ത വിളിക്കുന്നത്, ആലിമീങ്ങളെ ചെറുതാക്കുന്നത്, അവരെ ചെറുതാക്കിയാൽ പിന്നെ ജനങ്ങൾ അവരെ പിൻപറ്റൂലല്ലോ. ദീന് പറഞ്ഞു കൊടുക്കുമ്പോ ആ ദീനിന്റെ കാര്യങ്ങൾ ജനങ്ങൾ അംഗീകരിക്കൂലല്ലോ. ഇങ്ങനെയാണ് യഥാർത്ഥത്തിലുള്ള മുരീദുമാരുടെ അവസ്ഥ ഉണ്ടാകേണ്ടത്. പണ്ഡിതന്മാർക്കെതിരെ തെറി വിളിക്കുകയല്ല, പണ്ഡിതന്മാർക്കെതിരെ സ്റ്റേജ് കെട്ടുകയല്ല, പണ്ഡിതന്മാരെ താറടിക്കുകയല്ല. കാരണം ത്വരീഖത്തുകാർ അവർ ശരീഅത്തിന്റെ വാഹകന്മാരായി പ്രസിദ്ധമായവരല്ല. പണ്ഡിതന്മാർ പ്രസിദ്ധമായതുപോലെ അത് ത്വരീഖത്തിന്റെ ആളുകളല്ല. എന്നാൽ കേട്ടോ, ഇമാം ഷഅറാനി പറയുന്നത് കേട്ടോ, കിട്ടിയ ത്വരീഖത്തിന്റെ പിന്നാലെ കൂടി പോകുന്ന സഹോദരന്മാരെ, ഏതെങ്കിലും വ്യാജന്മാരെ പ്രസംഗം കേട്ടുകൊണ്ട് ആലിമീങ്ങളെ കുറ്റം പറയുന്ന ആളുകൾ നിങ്ങളൊന്ന് ആലോചിക്കണം. ഇത് പറയുന്നത് ഞാനോ കാന്തപുരം ഉസ്താദോ അല്ല. ശരീഅത്തിന്റെ ആളുകളെ കൂട്ടത്തിൽ അഗ്രഗണ്യനായ മഹാനാണ് ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയുന്ന വഖാദൽ ഖുലുഖു ഖല്ലമൻ യതഖല്ലഖു വൽ ആന മിനൽ മുരീദീൻ. ഇങ്ങനെയുള്ള സ്വഭാവം ഇന്ന് മുരീദുമാരിൽ വളരെ കുറവാണ്. ഏതു സ്വഭാവം? ഒരു പണ്ഡിതനെ ചീത്ത വിളിക്കുമ്പോ ആ ചീത്ത പണ്ഡിതനെതിരെ വരാൻ പാടില്ല, അത് എനിക്ക് വരണം, പണ്ഡിതന്മാരെ ഒരിക്കലും കുറ്റപ്പെടുത്താൻ പറ്റൂല എന്ന ആ മനസ്സ്, ആ ഒരു ചിന്ത ഈ കാലഘട്ടത്തിലെ മുരീദുമാരിൽ കുറവാ. എന്ന് മാത്രമല്ല, ഇമാം ഷഅറാനി പറയുന്നു, ബൽ റഅയ്തു ബഅദഹും
ചില ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്, ചില ചെറിയ ത്വരീഖത്തുകാരെ ഞാൻ കണ്ടിട്ടുണ്ട്. യഫ്റഹു ബിതജ്രീഹിൽ ഉലമാ, ഉലമാക്കളെ കുറ്റം പറയുമ്പോ സന്തോഷിച്ച് സിന്ദാബാദ് വിളിക്കുന്ന, മുദ്രാവാക്യം വിളിക്കുന്ന, കൈ ഉയർത്തുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലേ? നിങ്ങൾ നോക്കിയിട്ടില്ലേ ചില തരീഖത്തുകാരുടെ? അല്ലേ? എന്താ തരീഖത്ത് എന്ന് പറഞ്ഞാല് ഒരു ഷെയ്ഖ് ഉണ്ടാവും, ആ ഷെയ്ഖിനിക്ക് ഒരു 4 മുരീദുമാരുണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. എന്തിന്? ഇവൻ ചെയ്യുന്ന എല്ലാ ചറ്റത്തരങ്ങളെയും എല്ലാ ചീത്ത പണികളെയും ന്യായീകരിക്കുന്ന ചില ആളുകൾ. അതിന് കുറെ ആളുകൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഇവനിക്ക് റമദാനിന്റെ പട്ടാ പകല് ഹോട്ടലിൽ കയറി, ഒരു ഹിന്ദുവിന്റെ ഹോട്ടലിൽ കയറി ചായ കുടിക്കുക. അപ്പൊ ഒരാള് പറഞ്ഞു, അല്ല ഇത് റമദാനല്ലേ, റമദാനിൽ നോമ്പ് കാലത്ത് പകൽ സമയത്ത് ചായ കുടിക്കാൻ പറ്റുമോ? ഷെയ്ഖാണ് ചായ കുടിക്കുന്നത്. അപ്പൊ ഈ മുരീദന്മാർ എന്താ കെട്ടി പറയുന്നത്? അത് ഞങ്ങളെ ഉസ്താദ്, ഞങ്ങളെ ഷെയ്ഖുന, അയാള് കുടിച്ച ചായ ചില്ലറ ചായ അല്ല, അത് സ്വർഗത്തിന്റെ ചായയാണ്. സ്വർഗത്തിന്റെ ചായ കുടിച്ചാ നോമ്പ് മുറിയൂല. അത് തീർന്നു. ഇയാൾ കുടിച്ചത് ലിംഗപ്പന്റെ ചായയാണ്, സ്വർഗത്തിന്റെ അല്ല. ഇയാള് കുടിച്ചത് ഒരു ലിംഗപ്പന്റെ, ഒരു മഞ്ജുനാഥന്റെ ഹോട്ടലിൽ കയറിയിട്ട് അവിടുത്തെ ഒരു കിണറിൽ നിന്ന് കോരി ഉണ്ടാക്കിയ ഒരു ചായ. പക്ഷേ ഇതിന് ന്യായീകരിക്കുന്നതിന് അത് ഞങ്ങളെ ഷെയ്ഖുനാക്ക് സ്വർഗത്ത് നിന്ന് കിട്ടിയ ചായയാണ്, അതുകൊണ്ട് സ്വർഗത്തിന്റെ ചായ കുടിച്ചാ നോമ്പ് മുറിയൂല. പിന്നെ വേണോ ഇയാൾക്ക് സന്തോഷം? ഈ ഷെയ്ഖിന് പിന്നെ എന്തു ചെയ്യാലോ? കാരണം എന്ത് ചെറ്റത്തരം ചെയ്താലും ന്യായീകരിക്കുന്ന ഏത് 4 മുരീദുമാരെ പഠിച്ചു വെച്ചാ പിന്നെ ഈ ഷെയ്ഖിനിക്ക് നല്ല സുഖമായിട്ട് അങ്ങനെ ജീവിക്കാം. വറവ് വേണ്ടേ എന്ന് ചോദിക്കുന്നത് മാത്രം. വറവ് ഷെയ്ഖിനുമില്ല, മുരീദിനുമില്ല. പട്ടാപകലിൽ നോമ്പുടിച്ച് റമദാനിൽ ചായ കുടിച്ചാലും അത് സ്വർഗത്തിന്റെ ചായ. സുബ്ഹാന ജല്ല ജലാലു. ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കിയാൽ അത് ഹൂറുൽ ഈനയാണ് നോക്കിയത്, അത് സ്വർഗത്തിന്റെ കന്യാസ്ത്രീയാണ്. അതുകൊണ്ട് സ്വർഗത്തിന്റെ പെണ്ണിനെ നോക്കുന്നത് തെറ്റില്ല. എന്ത് ചെയ്താലും ന്യായീകരണങ്ങളാണ്. ഇങ്ങനെ തന്റെ ഷെയ്ഖ് ചെയ്യുന്ന ഏത് പണികളെയും ന്യായീകരിക്കുന്ന ചില മുരീദുമാരെ 4 റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇവർക്ക് പണി എന്താ? സ്റ്റേജ് കിട്ടല, എന്നിട്ട് തെറി വിളിക്കും, ചീത്ത വിളിക്കും. അതാ ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇത് പറയുമ്പോ കുറെ ആളുകൾ ഇങ്ങനെ സ്റ്റേജിൽ ഉണ്ടാവും. അവരിങ്ങനെ ഇയാളിങ്ങനെ പ്രസംഗിക്കുമ്പോ കൈ ഉയർ സിന്ദാവാ, അല്ലേ? ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു പറയുന്നു, ബൽ റഅയ്തു ബഅദഹും, ചില ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്, യഫ്റഹു ബിതജ്രീഹിൽ ഉലമാ, ആലിമീങ്ങളെ ചീത്ത വിളിക്കുമ്പോ സന്തോഷിക്കുന്നത് കാണാം. എന്തേ കാരണം? ഖൗഫൻ അൻ യഅലൂഹു ഫിൽ ജാഹി വസ്സീദ്. ഈ പണ്ഡിതന് ഞങ്ങളെ ശൈഖിനേക്കാൾ വലുതാകാൻ പാടില്ല, ഞങ്ങളെ ശൈഖിനെ വലിയ ആളാകണോ? വമിസ്ലു ഹാദാ, ഇമാം ഷഅറാനി പറയുന്നു, ഇങ്ങനെയുള്ള സ്വഭാവത്തിന്റെ ത്വരീഖത്തുകാരനാണോ ലാ യഫ്ലഹു അബദാ, അവൻ ഒരു കാലത്തും വിജയിക്കൂല. വലൗ അബദല്ലാഹ ഉംറ നൂഹിൻ അലൈഹിസ്സലാം, അതേ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതകാലം എത്രയുണ്ടോ അത്ര വർഷങ്ങൾ ജീവിച്ചാൽ പോലും അവൻ വിജയിക്കൂല. ഇങ്ങനെയുള്ള ത്വരീഖത്തുകാരല്ലേ ഇന്ന് കാണുന്നത്? പണ്ഡിതന്മാരെ സ്റ്റേജ് കെട്ടുന്നത്, അത് മാത്രം ജീവിതത്തിൽ പ്രാവർത്തികമാക്കി നടക്കുന്നവർ, അവർക്ക് വേറെ ഒരു പണിയും ഇല്ല. സുൽത്താനുൽ ഉലമനെ എതിർക്കുക, സുലൈമാൻ ഉസ്താദിനെ എതിർക്കുക, സയ്യിദുൽ ഉലമനെ എതിർക്കുക, അല്ലെങ്കിൽ പേരോട് ഉസ്താദിനെ എതിർക്കുക, മാണി ഉസ്താദിനെ എതിർക്കുക. ഇങ്ങനെ നമ്മുടെ ആലിമീങ്ങൾ, നമ്മുടെ പണ്ഡിതന്മാരെ വിമർശിക്കുകയും അവരെ ചീത്ത വിളിക്കുകയും ചെയ്യുന്ന ഏർപ്പാടല്ലാതെ ഈ ത്വരീഖത്തുകാർക്ക് വേറെന്ത് ജോലിയായിരുന്നുള്ളത്? ഇമാം ഷഅറാനി വീണ്ടും പറയുന്നു, മിൻ ആദാബിഹിം വമിൻ ആദാബിഹിം, ഈ മുരീദുമാരുടെ അദബിൽപ്പെട്ടതാ, അവർ പാലിക്കേണ്ട അദബിൽപ്പെട്ടതാണ് തഅലീമുൽ ഉലമാ, ആലിമീങ്ങൾ ആദരിക്കണം. അവർ
സ്റ്റേജ് കെട്ടി ചീത്ത വിളിക്കല്ലേ ഉണ്ട്. ആലിമീങ്ങളെ ബഹുമാനിക്കണം. വഹമലത്തിൽ ഖുർആനിന്റെ വഹകരായ ആളുകൾ അവരെയും ബഹുമാനിക്കണം. മഹബ്ബത്തൻ ഫീ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിനോട് സ്നേഹം കാണിച്ചുകൊണ്ട് അവർ ആലിമീങ്ങളെ ബഹുമാനിക്കണം. എന്നിട്ട് ഇതാ മഹാന്മാര് പറയുന്നത് കാണാം, അല്ലിമൂ ശഅനൽ ഫുഖഹാഇ വൽ ഉലമാ. തരീഖത്തിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, അല്ലിമൂ ശഅനൽ ഫുഖഹാഇ വൽ ഉലമാ. ഫുഖഹാക്കളെയും പണ്ഡിതന്മാരെയും നിങ്ങൾ ബഹുമാനിക്കണം. കതഅലീമികും ശഅനൽ ഔലിയാഇ വൽ ഉറഫാ. ഔലിയാക്കളെ ആദരിക്കുന്നത് പോലെ തന്നെ പണ്ഡിതന്മാരെയും നിങ്ങൾ ബഹുമാനിക്കണേ, അവരെ നിങ്ങൾ ആദരിക്കണേ. ഫഇയ്യാകും വഇഹ്മാല ഹുഖൂഖിൽ ഉലമാ. പണ്ഡിതന്മാരെ ഹക്കുകൾ, അവരോട് കാണിക്കേണ്ട മര്യാദകളെല്ലാം പറിച്ചു ചീന്തുന്നത് അത് നിങ്ങൾ സൂക്ഷിക്കണേ. എത്രത്തോളം അറിയോ, മഹാന്മാര് പറയുന്നത് കാണാം, പണ്ഡിതന്മാരെ നിസ്സാരപ്പെടുത്തുന്നവർ, തരം താഴ്ത്തുന്നവർ ത്വരീഖത്തുകാരല്ല, അത് ത്വരീഖത്തല്ല, അത് തസൗഫല്ല, അത് കുഫ്രിയത്താണെന്ന് വരെ ഹനഫി മദ്ഹബിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. മജ്മഉൽ അൻഹർ എന്ന് പറയുന്ന ഹനഫി മദ്ഹബിന്റെ കിതാബ് എടുത്തു നോക്കിയാൽ കാണാം, വൽ ഇസ്തിഖ്ഫാഫ് ബിൽ ഉലമാഇ. പണ്ഡിതന്മാരെ താറടിക്കുന്നത്, അവരെ നിസ്സാരപ്പെടുത്തുന്നത്, ലികൗനിഹിം ഉലമാ, അവർ പണ്ഡിതന്മാരായതിന് വേണ്ടി അവരെ നിസ്സാരപ്പെടുത്തുന്നത്, ഇസ്തിഖ്ഫാഫും ബിൽ ഇൽമ്, അത് ഇൽമിനെ നിസ്സാരപ്പെടുത്തലാണ്. പണ്ഡിതന്മാരെ നിസ്സാരപ്പെടുത്തുക എന്നത് ഇൽമിനെ നിസ്സാരപ്പെടുത്തലാണ്. വൽ ഇൽമു, അതേസമയം ഇൽമോ, അറിവോ, അത് സിഫത്തുല്ലാഹ്, അത് അല്ലാഹുവിന്റെ വിശേഷണമല്ലേ, അത് അല്ലാഹുവിന്റെ നൂറല്ലേ. അതുകൊണ്ട് വൽ ഇസ്തിഖ്ഫാഫു ബിൽ അശ്റാഫി വൽ ഉലമാഇ കുഫ്റുൻ. പണ്ഡിതന്മാരെ നിസ്സാരപ്പെടുത്തുന്നത് കുഫ്റാണ്. പണ്ഡിതന്മാരെ താറടിക്കുന്നത്, അവരെ നിസ്സാരപ്പെടുത്തുന്നത് അത് കുഫ്രിയത്താണ്. വമൻ ബഗള ആലിമൻ ബിഗൈരി സബബിൻ ളാഹിരിൻ. അതേ അനാവശ്യമായ നിലയ്ക്ക്, ഒരു കാരണവുമില്ലാതെ നിലക്ക് പണ്ഡിതന്മാരോട് പകവെച്ച് നടക്കുന്നവനാണ് എങ്കിൽ, അവരോട് ദേശം കാണിക്കുന്നവനാണ് എങ്കിൽ, അവന്റെ മേലെ കുഫ്രിയത്തിന് ഭയപ്പെടണം എന്ന് മഹാന്മാരവരെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുന്നത് കാണാം. അപ്പോ ഇങ്ങനെയാണ് സംഗതിയെങ്കിൽ, ഇന്നോ ഈ ചീത്ത വിളിക്കുന്ന സ്വഭാവത്തിനെയാണ് ഇന്ന് ത്വരീഖത്ത് എന്നൊക്കെ പറയുന്നത്. ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ ആലിമീങ്ങളെ കുറ്റം പറയാ, ആലിമീങ്ങൾക്കെതിരെ സ്റ്റേജ് കിട്ടുക. 360 ദിവസവും കൊല്ലത്തിലും ആലിമീങ്ങളെ പിന്നാലെ കൂടി അവരെ തെറി വിളിച്ച്, അവരെ നിസ്സാരപ്പെടുത്തി, അവരെ അവഹേളിച്ച് നടക്കുന്നത് എന്ത് ത്വരീഖത്താണ്? അത് എന്ത് ത്വരീഖത്താണ്? ചീത്ത വിളിക്കാൻ ത്വരീഖത്തിലേക്ക് പോകണോ? അതിന് എവിടെയെങ്കിലും കട്ടയിലും റോഡ് സൈഡിൽ നിന്നാ പോരെ? അതിന് ത്വരീഖത്തിലേക്ക് പോകണോ? ത്വരീഖത്തിൽ പോകുന്നെന്താ? നമ്മുടെ നാവ് നന്നാകാ, നമ്മുടെ മനസ്സ് നന്നാകാ, നമ്മുടെ സംസാരം നന്നാകാ, നമ്മുടെ പ്രവൃത്തി നന്നാകാ. ഇതിനല്ലേ ഒരാള് ത്വരീഖത്തിലേക്ക് പോകേണ്ടത്. പക്ഷേ ഇന്ന് ത്വരീഖത്ത് അതിനല്ല പോകുന്നത്. ഇന്ന് ത്വരീഖത്തിലേക്ക് പോകുന്നത് ആലിമീങ്ങളെ ചീത്ത വിളിക്കാനും തെറി വിളിക്കാനും ഈ ഒറ്റ കാര്യത്തിന് വേണ്ടി മാത്രമാണ്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ഈ ആത്മീയതയാണ്, നിങ്ങൾക്കൊന്നും അറിയില്ല. സുബ്ഹാനല്ലാഹ്. കാന്തപുരം ഉസ്താദിന്റെ ആ കാലിൽ ധരിക്കുന്ന ഷൂവിന്റെ അടിയിലുള്ള ഒരു മണ്ണിനോട് സമാനമാകാത്ത ഇവറ്റകളാണോ ഷെയ്ഖുമാരാകുന്നത്? എന്തർഹതയാണ് ഇവർക്കുള്ളത് ഷെയ്ഖാകാ? എന്തർഹതയാ ഉള്ളത്? ഈ കള്ളന്മാരെയും ഈ കാട്ടുകള്ളന്മാരെയും അവരെ പറ്റി സുൽത്താനുൽ ഉലമ പറഞ്ഞപ്പോ ഔലിയാക്കളെ വെല്ലുവിളിച്ചു, ഔലിയാക്കളെ വെല്ലുവിളിച്ചു എന്നൊക്കെ പറഞ്ഞ് നിലവിളിച്ച് നടക്കണ്ട. സാധിക്കുമെങ്കിൽ നിങ്ങളൊന്ന് സൂര്യനെ തടഞ്ഞു നിർത്തി ഷെയ്ഖിനെ കൊണ്ട് അതൊന്ന് ചെയ്ത് കാണിച്ച്. അതല്ലാതെ
അതിന് പകരം ഇങ്ങനെ നിലവിളിച്ചിട്ട് എന്താ കാര്യം? ഉസ്താദ് ഇങ്ങനെ വെല്ലുവിളിച്ചു. എവിടെന്നാ ഉസ്താദ് വെല്ലുവിളിച്ചത്? ഉസ്താദ് ഔലിയാക്കളെ ബഹുമാനിക്കുന്ന ആളാണ്, ആദരിക്കുന്ന ആളാണ്, ഔലിയാക്കളെ സിയാറത്ത് ചെയ്യുന്ന ആളാണ്. സുബ്ഹാനല്ലാഹ്, ആ ഉസ്താദ് സിയാറത്ത് ചെയ്ത ഔലിയാക്കൾ ഇവർ കണ്ടിട്ടുണ്ടാവും. എന്നിട്ടാണ് ഉസ്താദിനെ ചീത്ത വിളിക്കുക. അല്ലാഹു ഉസ്താദിനെ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാവട്ടെ. ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ എൻ്റെ ഉസ്താദിനോട് ചോദിച്ചു, മാ അലാമത്തു മൻ യകൂനു ഫീ ഹളറത്തില്ലാഹ്, അല്ലാഹുവിന്റെ ഹളറത്ത്, അല്ലാഹുവിന്റെ സാന്നിധ്യം ലഭിച്ച മനുഷ്യൻ യഥാർത്ഥ ത്വരീഖത്തുകാരന്റെ അടയാളം എന്താണ്? ഈ ഉസ്താദിനോട് ചോദിച്ചപ്പോ എൻ്റെ ഉസ്താദ് പറഞ്ഞു, ഫഖാല അലാമത്തുഹു, ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ സാന്നിധ്യത്തിൽ എത്തിയിട്ടുണ്ട്, അള്ളാഹുവിന്റെ പൊരുത്തം ലഭിച്ചവനാണ്, യഥാർത്ഥ ഒരു ശൈഖാണ്, അല്ലെങ്കിൽ യഥാർത്ഥ ഒരു മുരീദാണ് എന്നതിന്റെ അടയാളം ലാ യകൂന ഇൻദഹു ലിഅഹദിൻ മുഗാലബത്തുൻ വലാ മുനാസഅ, അവൻ ഒരാളോടും തർക്കിക്കാൻ നിൽക്കൂല. ഒരാളെ എനിക്ക് പരാജയപ്പെടുത്തണം എന്ന ചിന്ത അവനുണ്ടാവൂല. ഒരാളെ ഉത്തരമുട്ടിക്കണമെന്നുള്ള ചിന്ത അവന്റെ കൽബിൽ വരൂല. എനിക്ക് അവനെ പരാജയപ്പെടുത്തണം, അവൻ എന്റെ മുന്നിൽ തോക്കണം, അതേ അവനോട് തർക്കിക്കണം എന്ന ചിന്ത ഉണ്ടാവില്ല. ഇതാണ് യഥാർത്ഥ ത്വരീഖത്തുകാരുടെ സ്വഭാവം. ഇത് ഞാനല്ല പറയുന്നത്, ഏതെങ്കിലും ഫുഖഹാക്കളല്ല പറയുന്നത്, ത്വരീഖത്തിന്റെ മഹാന്മാർ തന്നെ പറയുന്ന കാര്യമാണ്. അല്ലാഹുവിന്റെ സാന്നിധ്യം ലഭിച്ച മഹാന്മാർ അവരുടെ അടയാളം അല്ലാ യകൂന ഇൻദഹു ലിഅഹദിൻ മുഗാലബത്തുൻ വലാ മുനാസഅ, അവരൊരിക്കലും ഒരാളെ പരാജയപ്പെടുത്താൻ നോക്കൂല. ഒരാളെ തോൽപ്പിക്കാൻ അവന് സ്റ്റേജ് കെട്ടൂല. ഒരാളെ ചെറുതാക്കാൻ അവൻ പ്രസംഗിച്ച് നടക്കൂല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു മനുഷ്യൻ ത്വരീഖത്തുകാരനായി നടക്കുന്ന ഒരാള് തർക്കിച്ച് നടക്കുന്നു, പരാജയപ്പെടുത്താൻ നോക്കുന്നു, ഉത്തരമുട്ടിക്കാൻ സ്റ്റേജ് കിട്ടി ഇങ്ങനെ അതിനു വേണ്ടി നടക്കുന്നു, എന്നാ നമ്മൾ ഉറപ്പിച്ചുകൊള്ളണം, അന്നഹു ലൈസ ഫീ ഹളറത്തില്ലാഹ്, അവൻ അല്ലാഹുവിന്റെ ഹളറത്തിലല്ല ഉള്ളത്, അവന് റബ്ബിന്റെ പൊരുത്തം കിട്ടിയിട്ടില്ല, അവൻ യഥാർത്ഥ ത്വരീഖത്തുകാരനല്ല. ഇത് പറയുന്നത് ഞാനല്ല കേട്ടോ, ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു ആണ്. എന്നിട്ട് മഹാനവർകൾ പറയുന്നു, മിൻ അദബി അഹ്ലിൽ ഹളറ, യഥാർത്ഥ ത്വരീഖത്തുകാരുടെ അതിൽപ്പെട്ടതാണ് ഇദാ അമറു അഹദൻ ബി അംറിൻ, അവർ വല്ല നല്ല കാര്യങ്ങൾ ഒരാളോട് കൽപ്പിക്കുന്നു എങ്കിൽ, ഔ നഹൗ അൻഹു, അല്ലെങ്കിൽ ഒരു ചീത്ത വിരോധിക്കുന്നു എങ്കിൽ, അവരെ ശൈലി എങ്ങനെയായിരിക്കണം, എങ്ങനെയാണ് അവർ നല്ല കാര്യം ജനങ്ങളോട് പറയേണ്ടത്, എങ്ങനെയാണ് തിന്മകളെ വിരോധിക്കേണ്ടത്, യഥാർത്ഥ ത്വരീഖത്തുകാരനാണോ എങ്കിൽ അവന് പറഞ്ഞു കൊടുക്കുമ്പോ ആ തിന്മ ചെയ്തവനെ കാണുമ്പോ അവനോട് തിന്മനെ വിരോധിക്കുമ്പോ ഈ വിരോധിക്കുന്ന സമയത്ത് ഇവന്റെ മനസ്സിൽ ഉണ്ടാകേണ്ട ചിന്ത എന്താ? ഞാൻ അവനേക്കാൾ മോശപ്പെട്ടവനാണ്, ഞാൻ അവനേക്കാൾ നല്ലവനല്ല, അവൻ എന്നേക്കാൾ നല്ലവനാണ്, ഞാൻ അവനേക്കാൾ മോശപ്പെട്ടവനാണ് എന്ന ചിന്തയോടെ മാത്രമേ യഥാർത്ഥ ത്വരീഖത്തുകാരൻ ഒരു തെറ്റ് വിരോധിക്കാൻ പാടുള്ളൂ. ഞാൻ അവനേക്കാൾ നല്ലവനാണ്, നിങ്ങളെല്ലാം തരനായുന്നവരാണ്, നിങ്ങൾക്ക് എന്ത് തിരിഞ്ഞു, നിങ്ങൾക്ക് ദീന് മനസ്സിലായില്ല, നിങ്ങൾക്ക് ദീന് ശരീഅത്ത് തിരിഞ്ഞില്ല, നിങ്ങൾക്ക് ഒന്നും അറിയില്ല, നിങ്ങൾ ഒരു കുന്തവും അറിയില്ല എന്ന നിലക്ക് ഞാൻ വലിയ അറിവുള്ളവനാണ്, ഞാൻ വലിയ ത്വരീഖത്തുകാരനാണ്, ഞാൻ വലിയ ശുദ്ധിയുള്ളവനാണ് എന്ന ചിന്തയോടെ മറ്റുള്ളവർ
നിസാരപ്പെടുത്തിയിട്ട് അത് തന്നെ പ്രഗത്ഭരായ ആലിമീങ്ങള് ഞങ്ങളെ ശൈഖിന്റെ ഒരു രോമത്തിന്റെ അടുത്തേക്ക് നിങ്ങൾ 10,000 ഉസ്താദുമാര് വന്നാലും എന്റെ ശൈഖിന്റെ ഒരു രോമത്തിന് കൊള്ളൂല എന്ന് വീമ്പ് വിളിക്കുന്ന ആ തമ്മാടികൾ ഒരിക്കലും ശൈഖിനോ അല്ലെങ്കിൽ ത്വരീഖത്തോ ഇറാദത്തോ ഒന്നും അവർക്കില്ല കേട്ടോ. അവരെല്ലാം ശൈത്വാനീയത്തിന്റെ ത്വരീഖത്തുകളാണ് ഈ ലോകത്ത് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവരുടെ പ്രസംഗങ്ങൾ കേട്ടോ, അവരെ വീഡിയോകൾ കണ്ടോ, ഒരിക്കലും അതിന്റെ പിന്നാലെ കൂടല് കേട്ടോ. അത് ആത്മീയതയല്ല, അത് ശൈത്വാനീയത്താണ്. അത് ശൈത്വാനീയത്താണ്, ആത്മീയതയല്ല. ഞാൻ ചുരുക്കുകയാണ്, അവസാനിപ്പിക്കുന്നു. ആത്മീയത എന്ന് പറയുമ്പോ ഇത്തരം ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കേണ്ടി വന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആലിമീങ്ങൾക്ക്, നമ്മുടെ ഉസ്താദുമാർ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഗ്രന്ഥത്തിൽ ഒരു സ്ഥലത്ത് പറയുന്നത് കാണാം, ഇന്ന് ഈ തരീഖത്തിൽ പോയ ആളുകൾ തനിക്ക് മീസാന് മുതൽക്ക് തുഹ്ഫ വരെ ഓതി തന്ന ഉസ്താദിനെ വലിച്ചെറിയുന്നത്. മീസാന് മുതൽക്ക് തുഹ്ഫ വരെ ഓതി തന്ന ഉസ്താദ്, ആ ഉസ്താദ് പിന്നെ ഒന്നുമല്ല, ആ ഉസ്താദ് ഒന്നുമല്ല, ആ ഉസ്താദിനെ ചീത്ത വിളിക്കുന്നു. ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു പറയുന്നു, വമിൻ ആദാബിഹിം യഥാർത്ഥ ത്വരീഖത്തുകാർ ആണോ എങ്കിൽ അവരുടെ ജീവിതത്തിൽപ്പെട്ട ഒരു അദബാണ്, ലാ യമുറൂന റാകിബീന മൻ അല്ലമഹും. ചീത്ത വിളിക്കുന്നത് പോകട്ടെ, തനിക്ക് ഇൽമു പഠിപ്പിച്ചു തന്ന ഉസ്താദ്, ആ ഉസ്താദ് നടന്നു പോകുമ്പോ ആ ഉസ്താദിന്റെ മുന്നിൽ ഒരിക്കലും വാഹനത്തിൽ യാത്ര ചെയ്യൂല. ഉസ്താദ് ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പൊ ഈ ശിഷ്യൻ ഇങ്ങനെ കാറിൽ പോകാം ഉസ്താദിന്റെ മുന്നിൽ. ഒരിക്കലും അത് അദബല്ല. മൻ അല്ലമഹു ശൈഅൻ മിനൽ ഖുർആനിൽ അളീം. ഖുർആനിന്റെ ഏതെങ്കിലും ഒരു ബാബ്, ഏതെങ്കിലും ഒരു ആയത്ത്, ഒരു ബിസ്മി പോലും പഠിപ്പിച്ചു കൊടുത്തു എങ്കിൽ ആ ഉസ്താദ് നടന്നു പോകുമ്പോ ആ ഉസ്താദിന്റെ മുന്നിൽ വണ്ടിയിലെ ബൈക്കിലോ കാറിലോ യാത്ര പോകൂല. എന്നിട്ട് ഷഅറാനി ഇമാം പറയുന്നു, വലൗ സ്വാറു മിൻ മശായിഖിൽ അസ്ർ. ആ മുരീദ് അല്ലെങ്കിൽ ആ ശൈഖായ അയാള് കാലഘട്ടത്തിന്റെ വലിയ കുതുബായാല് പോലും, ശൈഖായാല് പോലും തനിക്ക് തുടക്കത്തിൽ ഇൽമു പഠിപ്പിച്ചു തന്ന ഒരു മുഅല്ലിമായ മുദർരിസായ ഉസ്താദ് നടന്നു പോകുമ്പോ വാഹനത്തിൽ പോകൂല. പിന്നല്ലേ ചീത്ത വിളിക്കുക, പിന്നിലെ തെറി വിളിക്കുക. ഇമാം ഷഅറാനി തങ്ങൾ പറയുന്നു, തന്റെ ഉസ്താദിന്റെ മുന്നിൽ നടന്നു പോകാൻ പറ്റൂല, ഉസ്താദിന്റെ മുന്നിൽ നടന്നു പോകാൻ പറ്റൂല. ആ ഉസ്താദിനെ കാണാൻ പോകുമ്പോ ഉസ്താദ് എനിക്ക് എന്തെങ്കിലും ഹദിയ കൊണ്ടുപോകണം, അതാണ് അതിന്റെ മര്യാദ. ഒരു ഇൽമു പഠിപ്പിച്ച ഉസ്താദ്, ആ ഉസ്താദിനെ കാണാൻ പോകുമ്പോ ഉസ്താദ് ആഗ്രഹിച്ചില്ലെങ്കിലും, ഉസ്താദ് ചോദിക്കുന്നില്ലെങ്കിലും ആ ഉസ്താദിനെ അങ്ങോട്ട് ഹദിയ കൊടുക്കുന്നത് യഥാർത്ഥ ഒരു മുരീദിന്റെ അദബിൽപ്പെട്ടതാണ്. ആ ഉസ്താദ് എനിക്ക് നന്ദി കാണിക്കണം. ഉസ്താദിനെ തെറി വിളിക്കല്ല സ്റ്റേജിൽ കയറി. ഇന്നത്തെ തരീഖത്തെന്താ? തനിക്ക് മീസാന് മുതൽ തുഹ്ഫ വരെ അൽഫിയും ഫത്ഹുൽ മുഈനും മഹല്ലിയും ഓതി തന്ന ഉസ്താദുമാർ, ആ ഉസ്താദിനെ ചീത്ത വിളിക്കുക. ഇമാം ഷഅറാനി പറയുന്നു, ആ ഉസ്താദുമാരോട് അവർക്ക് നന്ദി കാണിക്കണം, അവർക്ക് പ്രാർത്ഥിക്കണം. എത്രത്തോളം അറിയോ? ഇമാം ഷഅറാനി പറയുന്നു, വലാ യതസവ്വജൂന ലഹു മുതല്ലഖതൻ അവ ഇംറഅതൻ മാത അൻഹാ. ഉസ്താദ് തന്റെ ഭാര്യനെ ത്വലാഖ് ചൊല്ലിയാൽ അല്ലെങ്കിൽ ഉസ്താദ് മരിച്ചാൽ ആ പെണ്ണിനെ ഈ ശിഷ്യൻ കെട്ടാൻ പാടില്ല. ഉസ്താദ് തന്റെ ഭാര്യനെ ത്വലാഖ് ചൊല്ലി അല്ലെങ്കിൽ ഉസ്താദ് മരിച്ചു, ആ മരിച്ചതിന്റെ ശേഷം ഉസ്താദിന്റെ ഭാര്യനെ ഈ ശിഷ്യൻ കെട്ടാൻ പാടില്ല. എന്തുകൊണ്ട്? അത്
ആത്മീയമായ ബാപ്പയാണ്, ആത്മാവിന്റെ പിതാവാണ്. ബാപ്പ കെട്ടിയ പെണ്ണിനെ മകൻ കെട്ടാൻ പാടില്ലല്ലോ. ഈ ഉസ്താദ് ആത്മാവിന്റെ പിതാവാണ്. ഒരു പള്ളിയിൽ മുദരിസായി ജോലി ചെയ്ത ഉസ്താദ്, ആ ഉസ്താദിനെ നാട്ടുകാരെ അനാവശ്യമായി ഒഴിവാക്കിയെങ്കിൽ ആ മുദരിസ് സ്ഥാനം ഒഴിവാക്കി പിരിച്ചുവിട്ടാൽ പിന്നെ അവിടെ വന്ന് ശിഷ്യൻ ജോലി ഏറ്റെടുക്കാൻ പാടില്ല. അതിന്റെ മര്യാദയല്ല. ഉസ്താദിനെ ദർസിൽ നിന്ന് പിരിച്ചുവിട്ടു, അല്ലെങ്കിൽ ഖതീബ് സ്ഥാനത്ത് നിന്ന് പിരിച്ചുവിട്ടു. ആ സമയത്ത് തന്റെ ശിഷ്യൻ വന്നവിടെ ജോലി ഏറ്റെടുക്കുക, അതൊരിക്കലും പറ്റൂല. അതവനോട് യോജിച്ച പണിയല്ല. ഇത് യഥാർത്ഥ ത്വരീഖത്തുകാർ ചെയ്യേണ്ട പണിയാ. ഇതെല്ലാം പറയുന്നത് ഞങ്ങളല്ല. ത്വരീഖത്ത് എന്താണെന്ന് പഠിച്ച് മനസ്സിലാക്കിയ ആയിരക്കണക്കിന് ആളുകളെ നന്നാക്കിയെടുത്ത ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ അൽ അൻവാർ ഫി ആദാബി സുഹബത്തി ഇൻദൽ ഖിയാർ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നത് കാണാം. ഇതാണ് ഒരു ത്വരീഖത്തുകാരന് ചെയ്യേണ്ടത്. ഇന്നോ ഇതൊക്കെ ഞാൻ എന്തിനാ പറയുന്നത്? ഇങ്ങനെ ചീത്ത സ്വഭാവവുമായി നടന്നുകൊണ്ട് ഞങ്ങൾ ത്വരീഖത്തുകാരനാണ്, ഞങ്ങൾക്ക് ശൈഖുനയുണ്ട്, ഞങ്ങൾക്ക് കുത്തുബുണ്ട്, ഞങ്ങൾക്ക് ഔലിയുണ്ട്, ഞങ്ങളെ ശൈഖ് കുത്തുബാണ്, ഞങ്ങളെ കുത്തുബ്, ഞങ്ങളെ ശൈഖ് ആരിഫാണ് എന്നിങ്ങനെ പറഞ്ഞ് നടക്കുന്ന ആലിമീങ്ങൾക്കെതിരെ സ്റ്റേജ് കേട്ടുന്ന ചില കാട്ടുകള്ളന്മാരെ പറ്റിയാണ്. അതുകൊണ്ട് അവർ കാട്ടുകള്ളന്മാരാണ്, അവർ പഠിച്ചു പോയ ആളുകളാണ്, അവർ മുളില്ലാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അങ്ങനെയുള്ള ആളുകൾ ത്വരീഖത്തുകാരായി നിങ്ങൾ മനസ്സിലാക്കരുത്. അവർ സ്വയം പഴച്ചവരാണ്, മറ്റുള്ളവരെ പഴപ്പിക്കുന്നവരാണ്. അല്ലാഹു അവരെ ശർറിനെ തൊട്ട് ഈ ഉമ്മത്തിനെ കാക്കുമാറാവട്ടെ.